ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വന്തം. അപ്പോൾ നമ്മളിന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിലൊരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ ചോദ്യം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തോന്നി. അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചോദിക്കോ ഇങ്ങനെ, വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് പ്രതികരിക്കണം എന്ന് തോന്നി. പ്രതികരിക്കണം മോശമാണ്. അപ്പോൾ നമ്മളെ സിനിമ സീരിയൽ താരം മനീഷനോട് അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എപ്പോഴെങ്കിലും അവസരത്തിന് വേണ്ടി മുട്ടിയ വാതിൽ തുറന്നു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്ത് ചോദ്യമാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ ആങ്കർ ആയിട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനാണോ? ഇങ്ങനെ വൾഗർ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്താണ് നിങ്ങളെ ഇൻ്റർവ്യൂ നിലവാരമൊക്കെ ഇപ്പോൾ എവിടെ പോയി ആകുമ്പം ഇൻ്റർവ്യൂ ഇപ്പോൾ വരുന്ന മുഴുവൻ ഇൻ്റർവ്യൂ ഇങ്ങനെ തന്നെയാണ് ആകുമ്പം ഒരു വൾഗർ ചോദ്യങ്ങളാണ് ആകുമ്പം. റീച്ചിന് വേണ്ടിയിട്ട് വൾഗർ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണം മാനില്ലേ? നിർത്തി പോയിക്കൂടെ നിങ്ങൾക്ക്? എന്തൊരു ചോദ്യമാണ് ആ ഒരു സ്ത്രീനെ ബഹുമാനിക്കാൻ ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീനെ ബഹുമാനിക്കാൻ പഠിക്കും. ഇങ്ങോട്ട് നിങ്ങൾ വന്നിട്ട് ആങ്കർ ചെയ്യാൻ പറയും. ഒരു സ്ത്രീനോട് ഒരു ബഹുമാനമില്ല അത്രയും കാണുന്ന ഒരു ഷോയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? മുട്ടിയ വാതിൽ അവസരത്തിന് വേണ്ടി തുറന്നു നിർത്തണമെന്ന് എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് സ്ത്രീകൾ ബഹുമാനിക്കാൻ പഠിക്കണ്ട ആദ്യം. നിങ്ങൾ ഇത്രയും പ്രായമായില്ലൊന്നുമില്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാദ്യം. എന്നിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ ഒരു സ്ത്രീകൾക്ക് ഒരു മാന്യത, ഒരു മിനിമം ഒരു മാന്യത ആകുമ്പോൾ നിങ്ങൾ ചെയ്യണില്ലേ? നിങ്ങൾ അമ്മയോടും പെണ്ണുങ്ങളോടും ഇത് നമുക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുക? നിങ്ങൾ അമ്മേനോട് പബ്ലിക് വന്നിട്ട് ഒരാൾ നിങ്ങൾ ചോദിച്ചു അപ്പം നിങ്ങൾ എന്താ പ്രതികരിക്കുക? അതേമാർക്ക് അവർക്ക് ഹസ്ബൻഡും മക്കളും ഹസ്ബൻഡും മക്കളും കാര്യങ്ങളൊക്കെ അല്ലേ? അവർക്ക് കുടുംബക്കാരും അവർക്ക് കുടുംബം ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാലോ? ഇത്ര വൾഗർ ചോദ്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമ്പോൾ അത് ഇത്ര വലിയ ഷോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ മൊത്തം ഇങ്ങനെ തന്നെയാണ്. വൾഗർ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. വൾഗർ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ട് നിങ്ങൾ അമ്മയോടും പെങ്ങന്മാരോടും ഇതേപോലെ ചോദിച്ചാൽ നിങ്ങൾ എന്താ പ്രതികരിക്കുക? എന്ത് ചോദ്യം? നിങ്ങൾക്ക് റീച്ചിൽ നിങ്ങൾ പൂട്ടിപ്പോയി ഇരുന്നോളിയാകുമ്പോൾ അല്ല നിങ്ങളെ ചോദ്യങ്ങളല്ല ചോദിക്കണ്ടാകുമ്പോൾ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ നിങ്ങളൊക്കെ പറയുന്നതിന്? ഒരു മാന്യത ഉണ്ട്, ഒരു മാനൻസ് ഇല്ല. അത് നിങ്ങൾക്കില്ലേ? ഒരു മിനിമം ഒരു അതുപോലെ നിങ്ങൾക്ക് കയ്യിലില്ല. അപ്പോൾ ഒരു സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്ന് പറയേണ്ടത് സ്ത്രീകളെ ബഹുമാനിക്കാം. ഇങ്ങനത്തെ റിയാലിറ്റി ഷോ ഇങ്ങനത്തെ ഇതാണ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ ആദ്യം ഒഴിവാക്കി പോകേണ്ടത്. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അപ്പോൾ അവസരത്തിന് വേണ്ടി ഡോർ തുറന്നു നിർത്തണമെന്ന് എന്ത് വൾഗർ ചോദ്യമാണ്? അപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചാനലിന് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കും. അല്ലാതെ ഇത്തരം ചോദ്യങ്ങളല്ല ചോദിക്കണ്ടേ. നിങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങളെ വൾഗർ ചോദ്യങ്ങൾ ചോദിക്കാൻ നാണുണ്ട് നിങ്ങൾക്ക്? അല്ല ഞാൻ ചോദിക്കണമ്പോൾ നാണുണ്ടോ? ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ നിങ്ങളെ അമ്മയോടും പെങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? മറുപടി അറിയാം. അവർക്കും അതേമാർക്ക് അവർക്കൊരു കുടുംബം കൂട്ടമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇനി മുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും ചോദിക്കണം. അപ്പം ആ തൊള്ളി തോന്നി എന്തും ചോദിക്കാനുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ആദ്യം നിർത്തണമ്പോൾ. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. പ്രതികരിക്കാൻ പറ്റൂല. അത്രയും ഒരു മോശം തരം നിങ്ങൾ ചാനലിൽ തന്നെ ഒരു വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ നാണമാണ് നിങ്ങൾക്ക്. അതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. എനിക്ക് സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ടെന്ന് കാര്യം അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പ്രതികരിക്കാൻ വിചാരിച്ചു. നാണം വേണ്ട നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓക്കെ, എനിക്ക് പറയാൻ തോന്നിയാണ് ഞാൻ പറഞ്ഞത്.